അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശുദ്ധ ഖുർആൻ ഖത്മ തീർക്കുന്ന ഈ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 21ാമത്തെ ക്ലാസ്സാണ്. 20 ക്ലാസ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആയത്തുൽ കുർസിയാണ് നാം അവസാനിപ്പിച്ചത്. 255ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയുടെ 255ാമത്തെ ആയത്താണല്ലോ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എങ്ങനെയാണ് ഓതേണ്ടത്, അതുപോലെ തന്നെ ആയത്തുൽ കുർസിന്റെ മഹത്വം എപ്പോഴൊക്കെയാണ് ഓതേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ക്ലാസ്സിന്റെ അവസാനം അത് കാണിക്കുന്നതായിരുന്നു. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ് കാണിക്കുന്നതായിരിക്കും, കേൾക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ താഴെയുള്ള മദ്രസ ഖുർആൻ പഠനസായി എന്നുള്ള വീഡിയോക്ക് താഴെ കാണിക്കുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യാവുന്ന ഫുൾ സ്ക്രീൻ കാണുക. നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഉപകാരമാകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا إكراه في الدين. لا إكراه في الدين قد تبين الرشد من الغي. فمن يكفر بالطاغوت. 256ാമത്തെ ആയത്താണ് സൂറത്തുൽ ബഖറയുടെ 256ാമത്തെ ആയത്താണ്. لا إكراه في الدين. لا إكراه മദ് മുൻഫസിലാണ് അല്ലേ. അവിടെ ഒരു അലിഫ് വന്നു, നീട്ടാനുള്ള അലിഫ് വന്നു, അതാണ് മദ്ദക്ഷരം. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം, അതിനാണ് മദ്ദക്ഷരം എന്ന് പറയുക. ആ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം ഇക്റാഹ എന്നതിലെ ഇ എന്ന ഹംസ വന്നത് അടുത്ത വാക്കിലായതുകൊണ്ടാണ് മദ് മുൻഫസില് എന്ന് പറയുന്നത്. ഇവിടെ ഒരു അലിഫിനേക്കാൾ ഖദർ നീട്ടല് നല്ലതാണ്, ജായിസാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. വഖഫ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നി, ന, നു, അതുപോലെ തന്നെ തൻവീൻ കസ്ർ, തൻവീൻ ലമ്മ, ഇതൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. ഫിദ്ദീനി എന്നുള്ള ഫിദ്ദീൻ, നൂന് സുക്കൂന്. തൻവീൻ ഫത്ഹ്, 2 ഫത്ത്, ഡബിൾ ആയിട്ട് വരുന്ന 2 ഫത്ത്, ഒരുമിച്ച് വരുന്ന ഫത്ത് ഉണ്ടല്ലോ. തൻവീൻ ഫത്ഹ്, അതുപോലെ തന്നെ അവസാനം നീട്ടാൻ വരിക, അവസാനം നീട്ടാൻ വരിക. ഈ സ്ഥലത്ത് നീട്ടുക. ബാക്കിയുള്ള എല്ലാ അക്ഷരത്തിനും എവിടെയാണോ നിർത്തുന്നത് അവിടെ നമ്മൾ സുക്കൂൻ കൊടുക്കണം. ലാ ഇക്റാഹ്, ഞാൻ അവിടെ നിർത്തിയപ്പോ ഹാഇന് സുക്കൂൻ കൊടുത്തു. ഇക്റാഹ്, ലാ, അവിടെ അങ്ങനെ തന്നെ നിർത്തല്. ലാ, കാരണം നീട്ടാനാണോ? നീട്ടാൻ വന്ന സ്ഥലത്ത് നീട്ടുക, ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാ? സുക്കൂൻ കൊടുക്കുക. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യൻ. ഞാൻ അവിടെ നിർത്തിയപ്പോ ഞാൻ ഈ നിർത്തിന്റെ കോലം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, നമ്മളിങ്ങനെ തുടർന്ന് ഒരു ആയത്താണെങ്കിൽ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. അപ്പൊ ഞാൻ അവിടെ നിർത്തി അല്ലേ. അത് നമ്മൾ ഇങ്ങനെ തുടർന്ന് ഓതലാണ് ഏറ്റവും നല്ലത്. വഖഫ് ചെയ്യാനുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യാം. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും? ഓത്ത് മുറിയുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെ, ശ്വാസം മുറിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓതി പോകാൻ പറ്റില്ലല്ലോ, ശ്വാസം മുറിയല്ലോ. അപ്പൊ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെ. ശ്വാസം മുറിയുമ്പോ പിന്നെ അവിടെ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ആക്കേണ്ടി വരുമല്ലോ. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യേണ്ടി വരും. വഖഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്തുക. അപ്പൊ അവിടെ നിർത്തുമ്പോ ഖദ് തബയ്യന റുശ്ദു എന്ന് പറയരുത്. ഖദ് തബയ്യന റുശ്ദു
അവിടെ പറഞ്ഞിട്ട് നീ മിനൽ ഗയ്യ് എന്ന് പറയുന്നത് ഖദ് തബയ്യന റുഷ്ദ് ദാലിന് സുക്കൂൻ കൊടുക്കുക. ഏത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നീട്ടാനുണ്ടെങ്കിൽ തൻവീൻ ഫത്ഹ് ആണെങ്കിൽ, ഇതല്ലാത്ത ബാക്കി ഏത് സ്ഥലത്തും അവിടെ നമ്മള് അവസാനത്തെ അക്ഷരത്തിൽ നിർത്തുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂന് കൊടുക്കണം. ഇവിടെ നമ്മള് ലാ ഇക്റാഹ ഫിദ്ദീൻ നൂനിന് സുക്കൂൻ കൊടുത്തു. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അവിടെ നൂന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ള അക്ഷരം, അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ, നൂനിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള യാ ആണ് വന്നിട്ടുള്ളത് അല്ലേ, ഫിദ്ദീൻ. അപ്പൊ നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ പുതിയ ഒരു മദ് ഉണ്ടാവും. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. ഫിദ്ദീൻ എന്ന് പറഞ്ഞ പോലെ ഫിദ്ദീൻ ഒന്ന് നീട്ടുക, മദ് ആരിദ് വരും. ലാ ഇക്റാഹ ഫിദ്ദീൻ, നേരത്തെ പറഞ്ഞല്ലോ ലാ ഇക്റാഹ, ഹാഇന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ളതാണ്, അലിഫ് വന്നു. അവിടെ അലിഫ് വന്ന് ഫിദ്ദീൻ എന്നുള്ളിടത്ത് യാ ആണ് വന്നിട്ടുള്ളത്. അപ്പോ നീട്ടാനുള്ള അക്ഷരം ഒന്ന് അലിഫ് അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ വാവ്, ഇതല്ലാതെ വേറെ വരുമോ? ഇല്ല. ഈ നീട്ടാനുള്ള അക്ഷരം തൊട്ട് മുമ്പുണ്ടെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ വരൂല. ലാ ഇക്റാഹ, അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യൻ, അവിടെ നീട്ടിയില്ല, ഖദ് തബയ്യൻ. കാരണം നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാ എന്നുള്ളതാണ്, നീട്ടാനുള്ളതല്ല. അത് യാ ഒരു ഫത്ത് ഉണ്ടല്ലോ അല്ലേ, നീട്ടുകയാണ് ഫത്തും കസറൊന്നും ഇല്ലാത്ത അവസരത്തിലല്ല നീട്ടില്ലേ. അപ്പോ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണെങ്കിൽ മദ് ആരിദ് വരും. അതിന് പേര് കേട്ട് എന്താ വിചാരിച്ചാ, ഒരു പുതിയ മദ് ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആ സംഗതിക്ക് പറയുന്ന പേരാണ് എന്ത്, മദ് ആരിദ് എന്ന് പറയും. ആ മദ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ മദ് ചിഹ്നം കാണുകയില്ല, പക്ഷെ നമ്മൾ വഖഫ് ചെയ്യുമ്പോഴേ ആ മദ് അവിടെ വരികയുള്ളൂ. ലാ ഇക്റാഹ, ലാ എന്നുള്ളടത്ത് കണ്ടില്ല മദ്, ആ മദ് അവിടെ കാണുന്നുണ്ട്, മദ് ഉണ്ട് എന്നുള്ളത്. മദ് ആരിദും മദ് ലീനും അത് നമ്മൾ ചിഹ്നം കാണൂല, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇപ്പൊ മദ് ആരിദാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഖദ് തബയ്യന എന്നുള്ളത് അല്ലേ, ഓതും എങ്ങനെയാ, ആദ്യത്തെ ദാലിനെ രണ്ടാമത്തെ തായിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, ഇദ്ഗാം ചെയ്യാണ്. ഇദ്ഗാം ചെയ്തു. അപ്പൊ ഇനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് فمن يكفر بالطاغوت ويؤمن بالله فمن يكفر. നമ്മുടെ നിയമം ഓർമ്മയിലുണ്ടാകണം. സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം, സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? നൂനിന്റെ ശേഷമുള്ള സുക്കൂനുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ സംശയം ചോദിച്ചു, നൂനിന്റെ ശേഷം ബാ വന്നോട്ട് എല്ലായിടത്തില്ല, സുക്കൂനുള്ള നൂനായിരിക്കണം. പ്രത്യേകം മനസ്സിലാക്കുക, സുക്കൂനുള്ള നൂനായിരിക്കണം, അല്ലെങ്കിൽ തെൻവീനായിരിക്കണം. തെൻവീൻ ഡബിൾ ഫത്ത്, ഡബിൾ കസർ, ഡബിൾ ലൊമ്മ്. അപ്പോ ഒന്നുകിൽ തെൻവീനുകൾക്ക് ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനായിരിക്കണം. നൂന് എന്ന് പറഞ്ഞാൽ അതിന് സുക്കൂൻ അവിടെ ഉണ്ടാകണമെന്നില്ല, സുക്കൂന് അവിടെ ഉണ്ടാകൂല. പിന്നെന്താണ്, വെറും നൂന് മാത്രമേ ഉള്ളൂ, ഫത്തും കസറൊന്നും ഇല്ലാത്ത നൂന്. പിന്നെ സാധാരണ മുസാഫില് നൂനിന്റെ ശേഷം പിന്നെ ബാ വരുന്ന സ്ഥലത്ത് നൂനിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മീമിന്റെ ചിഹ്നം കാണാം. അതെന്താണ്, നൂനിനെ മാറ്റി മീമാക്കേണ്ട സ്ഥലമാണ് എന്ന് അറിയിക്കാനാണ്. നിയമമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നൂനിന് ശേഷം മീം കണ്ടാൽ
നൂനിന്റെ മേലെ മുകളിൽ കണ്ടില്ലേ മീമ്, ആ മീമിന്റെ പിന്നെ വാല് താഴോട്ട് കണ്ടില്ലേ, ആ മീമ് കുറച്ചുകൂടി മേലെ ഒരു മീമ് വരുന്നുണ്ട്, അതല്ല, നൂനിന് തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്ന മീമ്, ഈ മീമ് വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കേണ്ട സ്ഥലമാണ് എന്നർത്ഥം. എവിടെ? അപ്പൊ നമ്മൾ പറഞ്ഞ നിയമം സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഉണ്ടാവണമെന്നില്ല, നൂനിന്റെ ശേഷമോ ഫത്തും കസറും ദമ്മൊന്നും അതിൽ പെടൂല. സുക്കൂനുള്ള നൂനിന്റെ ഫത്തുള്ള നൂനിന്റെ ശേഷം ഭാവം നോക്കണ്ട, അത് സാധാരണ ഫത്ത് കൊടുത്തിട്ട് ഒതുങ്ങി പോവുക. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുത്തുകൊണ്ട് ഓതണം. വയുമിൻ എന്നുള്ളതിന്റെ പകരം വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവ. അപ്പൊ നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ആ മാറ്റി കൊടുക്കുന്നതിന്റെ പേരാണ് ഇഖ്ലാബ്. ആ മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്ലാബ്. പേര് പഠിച്ചാലും ഇല്ലെങ്കിലും ആ സംഗതി എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊണ്ടുവരിക, നൂനിനെ മാറ്റി മീമാക്കി ഓതി കൊടുക്കുക. അതിനാണ് എന്ത് ചെയ്യാ? അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്, നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാ വന്നാൽ പിന്നെ ലാമിലേക്ക് നൂനിനെ തെൻവീനിനെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ആദ്യമുള്ള നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നൂന് ഉച്ചരിക്കുകയില്ല, നൂന് ഉച്ചാരണത്തിൽ വരില്ല, അല്ലെങ്കിൽ തെൻവീനിലുള്ള നൂന് ഉച്ചാരണത്തിൽ വരില്ല, തെൻവീനിലുള്ള നൂന് ഉച്ചാരണത്തിൽ വരില്ല. തെൻ എന്ന് പറയുമ്പോ അല്ലെ, നമുക്ക് ഉദാഹരണം നമുക്ക് എത്തുമ്പോൾ പറയാം. അപ്പൊ ജസ്റ്റ് നമ്മളെ ഓർമ്മയിലും മൈൻഡിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം തെൻവീന്റെ ശേഷം ലാമോ റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ പിന്നെ തെൻവീന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യ എന്നീ അക്ഷരങ്ങൾ വന്നാൽ, ഉദാഹരണത്തിന് സുക്കൂനുള്ള നൂന് വന്നു, ഫത്തും കസറൊന്നും ഇല്ല, അപ്പൊ പിന്നെ സുക്കൂനുള്ള നൂനാണ്. ഈ സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നാൽ നൗമി അല്ലെങ്കിൽ നൂന്, വാവ്, മീമ്, യാ ഇതിൽപ്പെട്ട ഈ നാലക്ഷരം ഉണ്ടല്ലോ, നൂന്, വാവ്, മീമ്, യാ. ഇവിടെ ഏതാണ്? യാ വന്നു. അപ്പൊ നൂനിന്റെ ശേഷം യാ വന്നാൽ അല്ലെങ്കിൽ നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം മീം വന്നാൽ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് തന്നെ വന്നാൽ ആദ്യത്തെ നൂന് ഇവിടെയുള്ള നൂനിനെ യായിലേക്ക് കൊടുക്കുക, മണിക്കും ചെയ്യാം. യായിലേക്ക് കൊടുക്കുമ്പോ യാ കട്ടി കൂടും, അതാ ചെയ്യാം. യായിലേക്ക് കൊടുക്കാന്ന് പറയുമ്പോ അപ്പൊ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ട. ഒരക്ഷരത്തെ ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് കൊടുക്കുമ്പോ ആ രണ്ടാമത്തെ അക്ഷരമാണ് കട്ടി കൂടെ ചെയ്യാം. അപ്പൊ നൂനിന് യായിലേക്ക് കൊടുക്കുമ്പോ യാ കട്ടി കൂടും അല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ദാലിന് ഖത്തബയ്യന റുഷ്ദ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഖത്തബയ്യന എന്നുള്ള ദാലിനെ തായിലേക്ക് കൊടുത്തപ്പോ താ കട്ടി കൂടി, രണ്ടാമത്തെ അക്ഷരം കട്ടി കൂടും. ഇവിടെ അതേപോലെ തന്നെ നൂനിനെ യായിലേക്ക് കൊടുക്കുമ്പോ യാ കട്ടി കൂടും. കട്ടി കൂടുന്ന അവിടെ ശ്രദ്ധ ഉണ്ടാകണം. ശ്രദ്ധ ഇപ്പൊ ഇല്ല, നമ്മളത് കൊടുക്കണം. അപ്പൊ അത് ഓത്തിൽ അത് കൊണ്ടുവരണം. ഓത്തിൽ നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ നീ ശ്രദ്ധിട്ട് കൊടുക്കണ്ട. പിന്നെന്താണ് അവിടെ നമ്മളത് ഓത്തിൽ കൊണ്ടുവരണം. അതിന് കൂടെ മണിക്കും ചെയ്യാം. അതിന്റെ പേരാണ് ഇദ്ഗാമും ബിഉന്ന. ഈ നാലക്ഷരം വന്നാൽ മണിക്കണം. നൗമി നൂനേ വരണം, അങ്ങനത്തെ ഒരു സംഗതി വരാൻ പാടില്ല. فمن يكفر بالطاغوت ويؤمن بالله فقد استمسك. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ഹംസ, ഐന്, ഗൈന് ഈ 6 അക്ഷരം വന്നാൽ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി. അതിൽപ്പെട്ട 6 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഇതിലൊക്കെ 20 ക്ലാസ് കേട്ട ആളുകളുണ്ട്, പകുതി കേട്ട ആളുകളുണ്ട്, അതുപോലെ തന്നെ 2-3 ക്ലാസ് കേട്ടവരുണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് പിന്നെന്ത് ചെയ്യുക, കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് 10-20 ക്ലാസ്സെങ്കിലും 10 ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം തിരിയും. ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്.
പിന്നെ അപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലാക്കൊന്ന് എന്ത് ചെയ്യാവുന്ന കമന്റിൽ ഈ വാട്സപ്പ് മറ്റേ ഈ യൂട്യൂബിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഒരു സാധാരണ ഒരു ക്ലാസ് ആണ് എന്നുള്ള മൈൻഡിലേക്ക് ചിലപ്പം വരിക. അപ്പോൾ അവർക്ക് അഭിപ്രായങ്ങൾ, നിങ്ങളെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ അവർക്കും കൂടി ഒന്ന് പഠിക്കണം എന്നുള്ളൊരു ആവേശം കൂടുതൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ന് ലൈക്ക് ചെയ്യാം. ഇതൊക്കെ എന്ത് ചെയ്യാം, ആളുകളിലേക്ക് എത്താൻ സഹായകരമാകും. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഉപകാരം. പിന്നെ വാട്സപ്പിലുള്ള ക്ലാസ് വാട്സപ്പിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് യാതൊരു പിന്നെ പൈസയോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് സൗജന്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ചോദിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഗ്രൂപ്പിൽ സംശയം ചോദിക്കാനുള്ള അവസരമില്ല. ഗ്രൂപ്പ് ഒന്നായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, താഴെ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. കാരണം ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ പഠിച്ചു വന്നു എന്നുള്ള പിന്നെ അത് നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നമ്മിൽ നിന്ന് ഏതൊക്കെയോ പല കാരണങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം തന്നെ നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാവുന്നതാണ്. പ്രായം തടസ്സമല്ല. ഏത് പ്രായം, 60, 70, 80 ഒക്കെ വയസ്സുള്ള ആളുകൾ നമ്മുടെ പിന്നെ ക്ലാസ് കേൾക്കുകയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ധാരാളം ഖത്മുകളൊക്കെ തീർക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം ഓതുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഓതുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് കഴിവിന്റെ പരമാവധിയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഓതാൻ കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ സന്തോഷമായിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് എത്തിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എത്തും. എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ഓതുമ്പോഴും അതിനൊക്കെ ഒരു കൂലി നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കിട്ടാനൊരു സഹായകരമാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ലൈക്കും അതുപോലെ തന്നെ കമന്റും നിങ്ങളെ വിലപ്പെട്ട ഷെയറുകളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. നൂനിനെ വ്യക്തമാക്കി വെളിവാക്കി പറയണം. അതിൻ്റെതായ സ്ഥലം എത്തുമ്പോൾ നമുക്ക് പറയാം. നൂനിനെ വ്യക്തമാക്കി പറയണം. ആ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആളുകൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണതിന് തടസ്സമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് എഴുതി വെക്കാൻ കഴിയുന്ന ആളുകളൊക്കെ. അപ്പൊ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ കാണിക്കും. എങ്കിലും ആ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഓതുന്ന സമയത്ത് ഇവിടെ ഇപ്പം എന്താ നിയമം വരിക എന്നുള്ളത് നോക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തരും ഇവിടെ എന്താ നിയമം എന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും മനസ്സിലാവും. അപ്പൊ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ ഏതായാലും ഒരു മാറ്റം വരും. ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള ഈ പറയുന്ന ബാഉം ലാമും റാഉം നൗമി ഇദ്ഹാറിന്റെ ഈ 6 അക്ഷരവുമല്ലാത്ത ഹംസ ഐന് ഗൈന് ഈ 6 അക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യേണ്ട സ്ഥലമാണ്, മറച്ചു മണിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പറയുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയാം. മനസ്സിലാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ നല്ല നിലയ്ക്ക് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പഠിക്കാൻ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഹിഫ്ളാക്കാനൊക്കെയുള്ള ശേഷി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى ويؤمن بالله നൂനിനെ മീമാക്കി മാറ്റി വയുമിൻ എന്നുള്ളത് നൂനിന്റെ ശേഷം ബ ആയതുകൊണ്ട് സുക്കൂനുള്ള നൂനിന്റെ ശേഷം
ബ ആയതുകൊണ്ട് വയുമിൻ ബില്ലാഹി ഫഖദിസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ഫഖദിസ്തംസക ദിസ് കൂട്ടി വായിക്കേണ്ടത് എങ്ങനെ? ഫഖദിസ്. അവിടെ വസലിന്റെ ഹംസയുണ്ട് അല്ലെ? വസലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ ആ ഒരു അലിഫിന്റെ മുകളിലായിട്ട് ഒരു സ്വാദിന്റെ ചെറിയ ഒരു ചിഹ്നം. അത് ആന ഊന ഈ എന്നൊന്നും വായിക്കൂല. അത് നമ്മള് ചേർത്തി വായിക്കുമ്പോൾ അത് എന്നും വായിക്കൂല, അത് ഒഴിവാക്കും. فقدستمسك بالعروة الوثقى لا انفصام لها لا انفصام لها لا انفصام لها لا انفصام لها എന്നാണുള്ളത്. വസലിന്റെ ഹംസ ഈ അല്ലേ? അവിടെ ലാ ഇൻഫിസാമ എന്നുള്ളത്. പക്ഷെ ചേർത്തി ഓതുമ്പോൾ ലം ഫി ലാ എന്നത് ഒഴിവാകും. എന്നിട്ട് ലാ ല എന്നും ലാ എന്ന് വേണ്ട ലം ഫിസാമ ലഹ ലം ഫിസാമ ലഹ. കാരണം ശേഷമുള്ളത് നീട്ടാനുള്ള വസലിന്റെ ഹംസന്റെ സുക്കൂനാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ലാ എന്ന് വായിക്കൂല. ലം ഫിസാമ. അതിന് അത് പിന്നെ മാത്രല്ല നൂനാണ്, സുക്കൂനുള്ള നൂനാണ്. ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഫ ആണ് വന്നത്. നേരത്തെ പറഞ്ഞ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ അല്ല, ലാമും റാവും അല്ല അല്ലേ? ഇഖ്ലാബിന്റെ ബ അല്ല, ഇദ്ഗാമും ബിലാ ഉന്നയുടെ ലാമും റാവും അല്ല, ഇദ്ഗാമും ബിഗുന്നയുടെ നൗമി നൂന് വാവ് മീമ് യാവും അതുമല്ല. പിന്നെ ഏതാണ്? ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ ഹ ഐന് ഗൈന്. ഈ 6 അക്ഷരവുമല്ല. ഈ 6 അക്ഷരമല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ വെളിവാക്കാതെ ഒഴിവാക്കുകയും ചെയ്യുന്നില്ല, വ്യക്തമാക്കുകയും ചെയ്യാതെ, ലൻ എന്ന് പറയാതെ ഒഴിവാക്കുകയും ചെയ്യാതെ ലം ഫിസാമ ലം ലൻ ഫിസ ലൻ ഫിസാമ എന്നല്ല, ലം ഫിസാമ ലഹ. അവിടെ വഖഫ് ചെയ്തു. ലഹ കണ്ടില്ലേ? ലഹ. നേരെ മറിച്ച് ലം ഫിസാം മാ എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ മീമിന് സുക്കൂനാ കൊടുക്കുക. ലം ഫിസാം മീമിന് സുക്കൂന് കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അലിഫായത് കൊണ്ട് ലം ഫിസാം. അവിടെ വഖഫ് ചെയ്യലിങ്ങനെ ലം ഫിസാം. മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതായതുകൊണ്ട് മദ് ആരിൽ വന്നു. ലം ഫിസാമ ലഹ. അവിടെയാണ് നിർത്തിയത്. അപ്പൊ അവിടെ നിർത്തിയപ്പോ ലഹ നീട്ടാനുള്ളത് കൊണ്ട് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. ലം ഫിസാമ ലഹ. വല്ലാഹു സമീഉൻ അലീം. വല്ലാഹു സമീഉൻ അലീം. വഖഫ് ചെയ്തു. അലീം. മീമിന് തൻവീൻ ലമ്മാണ്. തൻവീൻ ഫത്ഹ ആണെങ്കിലും അല്ലെ ഡബിൾ ഫത്ഹ ആണ്. നീട്ടാനുള്ളതും ആണെങ്കിൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ലമ്മായാലും തൻവീൻ കിസറായാലും സുക്കൂന് കൊടുക്കണം. അലീം. പിന്നെ കുറച്ച് നീട്ടുകയും ചെയ്യണം. കാരണം എന്താണ്? മീമല്ല നീട്ടണം, അതിന് മുമ്പ് യാ ഉണ്ടല്ലോ, ആ യാന് നീട്ടണം. കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ളത് അവസാനത്തതിന് സുക്കൂനായി, തൊട്ട് മുമ്പുള്ള നീട്ടാനുമായി എങ്കിൽ അല്പം നീട്ടണം. മദ് ആരിൽ വരുന്നതാണ്. അലീം. അതിന് മുമ്പ് സമീഉൻ എന്ന തൻവീൻ കണ്ടില്ലേ? തൻവീൻ കണ്ടില്ലേ? സമീഉൻ അത് 2 തൻവീനാണ്. അത് ഇവിടെ ഇദ്ഹാർ ചെയ്യണം എന്നതുകൊണ്ടാണ് ആ തൻവീന് ഒന്നുകൂടി ഡബിൾ ആക്കി ഒരു വേറൊരു ചിഹ്നം കൂടി കണ്ടില്ലേ? ആ ഒരു ചിഹ്നം അതെന്താണ്? തൻവീനാണ്. ലമ്മ് മാത്രമാണെങ്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അതിന് മുകളിൽ ഉണ്ടായത് കൊണ്ട് തൻവീനാണ്. ഡബിൾ ലമ്മാണ്. അതിന്റെ ശേഷം ഐന് വന്നത് കണ്ടില്ലേ? ഐന് അത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഐന് ഐന് ഹംസ ഇത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അപ്പൊ ഇദ്ഹാറിന്റെ അക്ഷരമാകുമ്പോ ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമാകുമ്പോ ഈ തൻവീൻ വ്യക്തമാക്കണം. സമീഉൻ സമീഉൻ അലീം സമീഉൻ അലീം.
ഇവിടെയുള്ള തൻവീനിലുള്ള നൂന് സമീഉന് അല്ലേ? തൻവീനാണെങ്കിലും ഉച്ചാരണത്തിൽ നൂനാണ് വരുന്നത്. അതാ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തൻവീൻ എന്ന് പറഞ്ഞാൽ അതും നൂന് തന്നെയാണ്. സമീഉൻ സമീഉൻ അലീം. അത് വ്യക്തമാക്കണം, ഇദ്ഹാർ ചെയ്യണം. അതാണ് ഇദ്ഹാർ. ഒന്നുകൂടി, ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. 257 അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വഖഫ് ചെയ്തു, ഇലൻ-നൂർ. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഇലൻ-നൂരി വല്ലദീന കഫറൂ. റായിന് കസർ വന്നാൽ തർത്തീക്ക് ചെയ്യണം. ഇലന്നൂറി എന്ന് പറയുന്നത് ഇലന്നൂരി വല്ലദീന കഫറൂ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാത്. അവിടെ ഞാൻ വഖഫ് ചെയ്താണ് ശ്വാസം മുട്ടി, അപ്പൊ ഞാൻ അവിടെ നിർത്തി. മിനൽ-ളുലുമാത് താഇന് സുക്കൂന്, തൊട്ട് മുമ്പുള്ളത് ഒരു അലിഫ് ഉണ്ട് അവിടെ അല്ലേ, നീട്ടാനുണ്ടായത് കൊണ്ട് മദ്ദ ആരിദ്. യുഖ്രിജു യുഖ്രി എന്ന് പറയരുത്, മാറ്റണം. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ റാഇന് കസ്ർ വന്നാൽ റാ രി റൂ എന്നാ പറയാ. റാ റി റൂ എന്ന് പറയില്ല, റാ രി റൂ. ബ ബി ബു എന്ന് പറയുന്നത് പോലെ റാ റി എന്ന് പറയില്ല, റാ രി റൂ. യുഖ്രിജുഹും മിനൽ-ളുലുമാത്. മീമിന്റെ ശേഷം മീം വന്നോ നേരെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒരു മീമായിട്ട് ഉച്ചരിക്കുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم അവിടെയാണ് നിർത്തുന്നതെങ്കിൽ അവിടെ ഒരു മദ് ഉണ്ടല്ലോ, ആ മദ് നിർത്തുകയാണെങ്കിൽ മദ് ഉണ്ടാവില്ല, സാധാരണ ഒരു മദ്യ ഉണ്ടാവുള്ളൂ, ആ വാവിന്റെ മദ്യ ഉണ്ടാവുള്ളൂ. കഫറൂ എന്ന് പറഞ്ഞ് നിർത്തണ്ട, കഫറൂ എന്ന് പറഞ്ഞിട്ട് നിർത്തണ്ട. വല്ലദീന കഫറൂ നിർത്തുന്നില്ല എങ്കിൽ മദ് മുൻഫസിൽ വരും. നിർത്തുമ്പോഴേ ആ വിഷയം വരുന്നുള്ളൂ, നിർത്തുന്നില്ല എങ്കിൽ ആ മദ് അവിടെ ഉണ്ടാവും. വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ-നൂർ يخرجونهم من النور. ഞാൻ ഒന്നുകൂടി അതിന് പ്രത്യേകം പറയുന്നത്, അതിനെ പ്രസ് ചെയ്യുന്നത് പ്രത്യേകം തിരിയാൻ വേണ്ടിയാണ്. യുഖ്രിജൂനഹും മിനൻ-നൂർ. ഒന്ന് മണിക്ക, അന്നു എന്ന് പറഞ്ഞ പോലെ അന്നു അല്ലേ, ഇന്നു എന്ന് പറഞ്ഞ പോലെ ഇന്നു, ഇന്ന. യുഖ്രിജൂനഹും ശദ്ദുള്ള മീമ് ശദ്ദുള്ള നൂന് എപ്പോഴും മണിച്ചിരിക്കണം. നമ്മളത് ഇപ്പൊ മനസ്സിലാക്കിയാലും പിന്നെയും ഓതുമ്പോ അത് ഓത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കേട്ടു നൂന് ശബ്ദ ഉണ്ടെങ്കിൽ മണിക്കണം,
എന്നാലും ഇനി പറഞ്ഞാലും ചിലപ്പോൾ അത് എന്താണെന്നറിയില്ല, അതാണ് കൊണ്ടുവരൂല. അത് മുമ്പത്തെ ഒരു ശീലം, അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ശീലം ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓത്ത്, പഴയ ഓത്ത്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചുള്ള ആ പഴയ ഓത്ത് ഇപ്പൊ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് സാവകാശം എവിടൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് ഒന്ന് പഠിച്ചു നോക്കി, എന്തെങ്കിലും അവിടെ കുഴപ്പമുണ്ടോ? ഇങ്ങനെ പറയാ, യുഖ്രിജൂനഹും എന്ന് പറഞ്ഞു നോക്കി, അത് പറയുന്ന വേണം. യുഖ്രിജൂനഹും മിനന്നൂർ മിനന്നൂർ യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. വഖഫ് ചെയ്തു. ഇപ്പൊ ഈ മധ്യ ആയത്ത് ഇങ്ങനെ എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല. ഒക്കെ നമ്മൾ എന്ത് ചെയ്യാ, വഖഫ് എവിടൊക്കെയോ ചെയ്യുന്നത് അവിടൊക്കെ എന്ത് ചെയ്യാ, അത് കൊണ്ടുവരാ. ഉലൈക അസ്ഹാബുൻ നാർ. വഖഫ് ചെയ്തു. അപ്പൊ കൊണ്ടുവരണം, മധ്യ ആയത് വരണം, നീട്ടാനുണ്ട്. റായിന് സുക്കൂൻ കൊടുക്കുക, തൊട്ട മുമ്പുള്ള നീട്ടാനുള്ള അലിഫായത് കൊണ്ട് അസ്ഹാബുൻ നാർ നിർത്തുന്നില്ല എങ്കിൽ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ ഖാലിദൂൻ. അവിടെ വന്നു അസ്ഹാബുൻ, അവിടെ മണിക്കലേ ഉണ്ടായിട്ടുള്ളൂ, കൂടുതൽ നീട്ടിയിട്ടില്ല. അസ്ഹാബുൻ നാരി ഹും, അവിടെ നിർത്തുമ്പോഴേ ആ മദ് അവിടെ വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ആ മദ് വരൂല. സാധാരണയുള്ള അലിഫിന്റെ മദ്ദേ വരുള്ളൂ. മദ് ആരിദിന്റെ മദ് എന്ന് പറഞ്ഞാൽ അല്പം ഒന്നുകൂടി നമ്മൾ നീട്ടേണ്ടതാണ്. ഒന്നുകൂടി, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات. ചില ആളുകൾ ഇപ്പൊ മണിക്കടന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ലോകത്താണ് മണിക്കും. ഇലൊന്നും അവിടെ ഒന്നും പറയണ്ട, ശബ്ദുള്ള നൂനോ ശബ്ദുള്ള മീമ് അവിടെ ഇപ്പൊ മണിക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സുക്കൂണുള്ള നൂനിന്റെ ശേഷം, സുക്കൂണുള്ള മീമിന്റെ ശേഷം ഇതൊക്കെ വരുമ്പോ ശ്രദ്ധിക്കാന്നുള്ളൂ. ഇലൊന്നു എന്ന് പറയണ്ട, ഇലൊന്നുലുമാത്. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ألم تر إلى الذي حاج إبراهيم في ربه ألم تر إلى الذي حاج إبراهيم في ربه حاج إبراهيم. ഇവിടെ മദ് ലാസിമാണ്, മദ് ലാസിമാണ് അല്ലേ? അത് മദ് ലാസിം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നീട്ടേണ്ടതാണ്. ഹജ്ജ ഇബ്രാഹിം. മദ് മുത്തസിലല്ല, മദ് മുൻഫസിലല്ല, മദ് ആരിദല്ല, മദ് ലീനുമല്ല, മദ് ലാസിമാണ്. ഹജ്ജ, ഈ മദ് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വരിക, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വരിക, അല്ലെങ്കിൽ സുക്കൂന് വരിക. അതാകെ ഒരു സ്ഥലത്തെ, ഒന്നോ രണ്ടോ സ്ഥലത്തുള്ളൂ. ഒരേ സൂറത്തിൽ രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് സുക്കൂനുള്ള, ഷദ്ദുള്ള, പിന്നെ മദ്ദിന് ശേഷം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നത്. ഇവിടെയും സുക്കൂനാണുള്ളത്, ഇവിടെ ഷദ്ദുള്ള അക്ഷരാണ് അല്ലെ? ഷദ്ദുള്ള അക്ഷരം വരുന്നതൊക്കെ എന്ത് ചെയ്യണം? ഒക്കെ ഒരേ മദ്ദാണ്, മദ് ലാസിമാണ്, മദ് ലാസിമാണ്. മദ് ലാസിമ വരുന്ന ഒരു മദ് ഏതാണ്? ചില സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന
അക്ഷരങ്ങൾ അതിൽ ഓരോ മദ് ഉണ്ടാവും, ഒന്ന് നോക്കിയാൽ മതി. യാസീൻ, സീൻ, യാന്റെ അവിടെ ഉണ്ടാവില്ല, സീ അവിടെ ഒരു മദ് ഉണ്ടാവും, അത് മദ് ലാസിമാണ്. ഖാഫ്, നൂൻ, അലിഫ് അവിടെ ഇല്ല, അലിഫ്, ലാം, മീം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിന്റെ അല്ല, രണ്ട് മദ് അവിടെ, രണ്ട് അലിഫ് ലാമിനും ഉണ്ട് മീമിനും ഉണ്ട്, മദ് ലാസിമാണ്. ആ മദ്ദൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നീട്ടുക. വലല്ലാലീൻ, വലല്ലാലീൻ, വലല്ലാ. അവിടെ നിന്നാണ് മദ് ലാസിമാണ്. ഹജ്ജ ഇബ്രാഹിം. അപ്പൊ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശദ്ദുള്ള അക്ഷരം വന്നാൽ മദ് ലാസിമാണ്. ഇബ്രാഹീമ ഫീ, ഇബ്രാഹീമ ഫീ റബ്ബിഹി, റബ്ബിഹി വഖഫ് ചെയ്തു, റബ്ബിഹി എന്നുള്ളത് റബ്ബിഹി വഖഫ് ചെയ്യുമ്പോൾ റബ്ബിഹി. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ റബ്ബിഹി അൻ ആതാഹുല്ലാഹ്, റബ്ബിഹി നീട്ടണം, കാരണം ശേഷമുള്ളത് ഹി എന്നുള്ള നീട്ടണം. കൂടുതൽ നീട്ടാനുള്ള കാരണം ശേഷമുള്ളത് ഹംസയാണ്. ഹംസ വന്നാൽ എന്ത് ചെയ്യണം, മദ് മുൻഫസിലാണ്. أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت، إذ قال إبراهيم ربي الذي يحيي ويميت، قال يحيي ويميت. എവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് എല്ലാ സ്ഥലത്തും, ഇനിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വഖഫ് ചെയ്യുമ്പോൾ ശബ്ദ കൊടുക്കണം, നീട്ടണോ, തൊട്ട് മുമ്പുള്ളത് നീട്ടണോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം നോക്കണം. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പെടും. അപ്പൊ അങ്ങനെ ഇനി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറയണ്ട, അവിടെ നിർത്തിയത് എന്തുകൊണ്ട്, പിന്നെ അവിടെ നിർത്തിയപ്പോൾ നീട്ടിയത് എന്തുകൊണ്ടാണ്, അവിടെ നിർത്തിയപ്പോൾ സുക്കൂൻ ചെയ്തത് എന്തുകൊണ്ടാണ്, ഇവിടെ സുക്കൂൻ ചെയ്യാത്തതിന്റെ കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. قال أنا أحيي وأميت، قال أنا أحيي وأميت، قال إبراهيم فإن الله يأتي بالشمس من المشرق، يأتي بالشمس من المشرق فأت بها من المغرب، فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. أو كالذي ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت، يحيي ويميت قال أنا أحيي، قال أنا എന്ന് ഓതരുത്, അന ഉഹ്യി, അന. കാരണം എന്താണ്, അന എന്നുള്ളത് അതിന് ശേഷമുള്ള അലിഫിന്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കുകയില്ല എന്നതിന്റെ ചിഹ്നമാണ്. അന ഉഹ്യി അല്ലേ, ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അന എന്ന് പറയുന്നത് അന ഉഹ്യി, ഉഹ്യി എന്നല്ല, ഉഹ്യി ഒരല്പം നീട്ടണം.
ശേഷമുള്ള ഒരു യാ ഉണ്ടല്ലോ, കണ്ടില്ലേ? قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. 258. أو كالذي مر على قرية وهي തൻവീന് ശേഷം വാവാണ്, നൗമി നൂന് വാവ് മീമ യാ കൂട്ടി യോജിപ്പിക്കുക. തൻവീനിന്റെ വാവിലേക്ക് കൊടുക്കുക, വാവ് കട്ടി കൂടി. أو كالذي مر على قرية وهي خاوية على عروشها തൻവീനാണ് വന്നിട്ടുള്ളത്, അതിനുശേഷം ഐനാണ് വന്നിട്ടുള്ളത്. ഖാവിയത്തുൻ തൻവീന് ശേഷം ഐന് വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം. ഖാവിയത്തുൻ അലാ ഉറൂശിഹാ قال أنى يحيي هذه الله بعد موتها وقف جيدو موتها فأماته الله مئة. കണ്ടില്ലേ? മുകളിൽ ഒരു 0 മാർക്ക്, ഇത് വേറൊരു 0 മാർക്ക്. മറ്റേ ലെവലിലുള്ള ഇത് ലെവൽ കുറഞ്ഞ അല്ലേ? രണ്ടും ഉച്ചരിക്കുകയില്ല. فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى قال بل لبثت ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് കൊടുത്തു. قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس തെൻ എന്ന് പറയുന്നത് തല്ലി. കാരണം തെൻവീന്റെ ശേഷം ലാമ വന്ന് ലാമോ റോ വന്നാൽ നേരെ തെൻവീന്റെ ലാമിലേക്ക് കൊടുക്കുന്നു, മണിക്കൊന്നും ചെയ്യാതെ ലാമിലേക്ക് കൊടുക്കുക. ആയത്തല്ലി ലാമ് കട്ടി കൂടുന്നു. വലിനജഅലക ആയത്തല്ലിൻ മണിക്കുന്ന നൂനാണ്. ആയത്തല്ലിന്നാസി ആണ് മണിക്കുന്ന നൂനാണ്, ശേഷമുള്ള നൂനാണ്. ലാമിനെ ഒന്നും ചെയ്യുന്നില്ല, ലാമ് കട്ടി കൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. വലിനജഅലക ആയത്തല്ലിന്നാസ് വൻദുർ ഇലൽ ഇളാം. കുട്ടി വായിക്കാൻ എങ്ങനെ? നൂന്റെ ശേഷം ലാ ആണ് വന്നിട്ടുള്ളത്, ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير أن الله على كل شيء قدير
ഖദീർ. റാഇനെ തർക്കീക്ക് ചെയ്യണം. ഷൈഇൻ ഖദീർ അവിടെ ഇഖ്ഫാവും ചെയ്യണം. ഒന്നുകൂടെ ഓതി നോക്കാം. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها هذه الله الله എന്ന വാക്കിന് മുമ്പ് കസ്ർ വന്നാൽ لا എന്ന് ഉച്ചാരണം വരും. هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. قدير എന്നല്ല ഖദീർ തർക്കീക്ക് ചെയ്യണം. 260 ആയത്ത്. وإذ قال إبراهيم رب أرني كيف تحيي الموتى وإذ قال إبراهيم هي എന്ന് നീട്ടണം. ചെറിയൊരു യാഇന് മുകളിൽ കൊടുത്തു കണ്ടില്ലേ. إبراهيم ربي أرني وإذ قال إبراهيم رب أرني كيف تحيي الموتى അവിടെ അലിഫുണ്ട്. അപ്പൊ മൗത وإذ قال إبراهيم رب أرني ആ റബ്ബി എന്നുള്ള ചിലപ്പോൾ നീളാൻ സാധ്യതയുണ്ട്. റബ്ബി എന്ന് ആകാൻ സാധ്യതയുണ്ട്, നീളാൻ പാടില്ല. റബ്ബി അരിനി റാഇന് കസ്റാണ്. അരിനി അറി എന്ന് പറയുന്നത് കൈ. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن. ഞാനവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂൻ വന്നു, വെളിവായി. വഖഫ് ചെയ്ത പിന്നെ കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തത് വേറെയാണ്. ഇനി എടുത്തു ഓതിയാലും അവിടെ വഖഫ് ചെയ്യലോടുകൂടെ തുഅ്മിൻ എന്ന് പറയണം. ഇനി എടുത്തു ഓതിയാൽ ഖാല അവലം തുഅ്മിൻ ഖാല ബല. അപ്പൊ പിന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. അപ്പോ ഇഖ്ഫാ ചെയ്യണം. നൂനിന്റെ ശേഷം ഖാ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ ഇഖ്ഫാ ചെയ്യണം. നേരെ മറിച്ച് അവിടെ നിർത്തി പിന്നെ ഞാൻ അടുത്തതാ ഒന്നെങ്കിൽ പിന്നെ അവിടെ നോക്കണ്ട. തുഅ്മിൻ കഴിഞ്ഞു. ഖാല ബല വലകിൻ ലിയത്മഇന്ന ഖൽബി. قال أولم تؤمن قال بلى ولكن ليطمئن قلبي ولكن ليطمئن قلبي. സുക്കൂനുള്ള നൂന് വന്നു. കണ്ടില്ലേ സുക്കൂനുള്ള നൂന്. ആ നൂനിന്റെ ശേഷം ഏതാണ്? ഇദ്ഗാം ബിലാഗുന്നയുടെ ലാമ് റാ ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരമാണ്. ആ ലാമ വന്നിട്ട് അപ്പൊ നൂന് ലാമിലേക്ക് കൊടുത്തു. ലാമ് കട്ടി കൂടുകയാണ്. നൂന് ഉച്ചാരണത്തിൽ വരില്ല, നൂന് ഇല്ലാത്തതുപോലെ. നൂന് അവിടെ ഇല്ല. വലാകില്ലി
കിൻ എന്ന സൗണ്ട് ശബ്ദമേ വരാൻ പാടില്ല. വലാകിൻ ലിയത്മഇൻ ലിയത്മഇന്ന ഖൽബി വഖഫ് ചെയ്തു നീട്ടാനുണ്ടായത് കൊണ്ട് ഖൽബി മതി. ഖൽബി എന്ന് പറയുന്നത് ഖൽബി. قال فخذ أربعة من الطير فصرهن إليك. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മദ്ദലീന് എന്താന്ന് പറഞ്ഞിട്ടില്ല, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. മദ്ദലീന് വഖഫ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, വഖഫ് ചെയ്യുമ്പോൾ മദ് ആരില് പോലെ തന്നെയാണ് വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മദ്ദാണ് ഇലൈക്. ഞാനിവിടെ വഖഫ് ചെയ്തു, കാഫിന് സുക്കൂൻ കൊടുത്തു. തൊട്ടു മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ, നീട്ടാനുള്ള യാ അലിഫ് വാവ് ആണെങ്കിൽ മദ് ആരിൽ വരുന്നുണ്ട്. ഇനി തൊട്ടു മുമ്പുള്ള അക്ഷരം യാ, തൊട്ടു മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള യാ, സുക്കൂനുള്ള വാവ്, സുക്കൂനുള്ള വാവോ യാ ഓ വന്നാൽ വഖഫ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നിർത്തുന്ന അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, ഇവിടെ കാഫിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ അല്ലെങ്കിൽ വാവ്, സുക്കൂനുള്ള യാ വാവ് വന്നാൽ മദ് ലീന് വരുന്നതാണ്. ഒന്നുകിൽ സുക്കൂൻ അവിടെ സുക്കൂനാണ്, സുക്കൂനിന്റെ ചിഹ്നം അവിടെ ഉണ്ടാവും, യാന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നീട്ടുന്നത് പോലെ. സാധാരണ നീട്ടൽ എങ്ങനെ കീ എന്ന് പറഞ്ഞിട്ടല്ലേ, ലീ എന്ന് പറയുമ്പോ അവിടെ യാ നീട്ടാനുള്ള യാ ആവുള്ളൂ. ഇവിടെ വഖഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള യാ ഓ വാവോ ആണെങ്കിൽ ആ യാനെ അല്പം നീട്ടും, ഒരു ചെറിയ നിലക്ക് നീട്ടിയാൽ മതി. ഇലൈക്, ഇലൈക്ക എന്നല്ല, ഇലൈക്ക് എന്നല്ല, ഇലൈക്. ഫസുറുഹുന്ന ഇലൈക്. മദ് ലീന് അതിന്റെ പേരാണ്. ലീനിന്റെ അക്ഷരം യാ വാവ് സുക്കൂൻ ആവണം, യാനും വാവിനും സുക്കൂൻ ആവണം. തൊട്ട് മുമ്പ് ഫത്തുഹുമാകണം, തൊട്ട് മുമ്പ് ഫത്തുഹുമാകണം. ഇലൈക്ക എന്നുള്ള ലാ എന്നാണല്ലോ അല്ലെ, ലാമിന് ഫത്ഹാണ്. അവസാനത്തിന് സുക്കൂന്, കാഫിന് സുക്കൂന്. വഖഫ് ചെയ്യുമ്പോഴേ ആ മത്ത് വരുള്ളൂ, ഇല്ലെങ്കിൽ മൗത്ത് ഉണ്ടാവില്ല. ഫസുറുഹുന്ന ഇലൈക സുമ്മ ജ്അൽ, സുമ്മ ജ്അൽ ലെ ഫസുറുഹുന്ന ഇലൈക സുമ്മ ജ്അൽ, ഫസുറുഹുന്ന ഇലൈക സുമ്മ ജ്അൽ. അപ്പൊ ഇലൈക സുമ്മ ജ്അൽ സാധാരണ പോലെ, സാധാരണ പോലെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫസുറുഹുന്ന ഇലൈക്, അതാണ് ആ മദ്ദിന്റെ പേരാണ് മദ് ലീന്. അത് വഖഫ് ചെയ്യുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ചിഹ്നത്തിന് ഒന്ന് മദ്ദിന്റെ ചിഹ്നം ഒന്നും കൊടുക്കാതെ, ആ അക്ഷരത്തിന് മദ്ദിന്റെ ചിഹ്നം ഒന്നും കൊടുക്കാതെ. കാരണം നമ്മളെ ഓത്ത് എങ്ങനെയാണോ വഖഫ് ചെയ്യുകയാണെങ്കിലേ മദ് വരുള്ളൂ. നമ്മൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ആ മദ് അവിടെ ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ഒരു അലിഫുണ്ട്, ഹംസയുണ്ട്, വസിലിന്റെ ഹംസയുണ്ട്, അത് ഉച്ചരിക്കുകയില്ല. ثم اجعل على كل جبل ثم اجعل على كل جبل منهن جزءا ثم اجعل على كل جبل منهن جزءا ജബലിമ്മി. തൻവീനിന്റെ ശേഷം മീം വന്നു. നൗമി, നൂന്, വാവ്, മീം, യാ. ഒന്ന് പറയണം. എന്താണ് നൗമി, നൂന്, വാവ്, മീം, യാ. തൻവീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ മീം വന്നാൽ, നൗമി എന്നതിലെ 4 അക്ഷരം വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്ന, കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. ജബലിം മിൻഹുന്ന, മിൻഹുന്ന. മിൻ എന്ന് വെളിവാക്കാൻ കാരണം എന്താ? സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നു, ഇലാന്റെ അക്ഷരമാണ് ഹ. ഹംസ, ഐന്, ഗൈന് ല്ലേ? അവിടെ ഞാൻ മിൻഹുന്ന ജുസ്അ, തൻവീൻ ഫത്ഹാണ്. നേരത്തെ പറഞ്ഞു വഖഫ് ചെയ്യുമ്പോ തൻവീൻ ഫത്ഹാണ് വരുന്നതെങ്കിൽ, അവസാനം തൻവീൻ ഫത്ഹാണെങ്കിൽ നീട്ടിയിട്ടാണ് ജുസ്അ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്.
ജുസ് ആ. അതുപോലെ തന്നെ നീട്ടാനുള്ളതാണെങ്കിൽ നീട്ടിയണം, തൻവീൻ ഫത്ത് ആണെങ്കിലും നീട്ടണം. ജുസ് ആ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ജുസ് يأتينك سعيا ثم നീട്ടരുത്. ചിലപ്പോൾ അറിയാതെ നീട്ടാൻ നീളി അവിടെ അറിയാതെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. നീട്ടാനുള്ളത് നീട്ടാ, ഇല്ലെങ്കിൽ നീട്ടണ്ട. ഹംസക്ക് സുക്കൂന് വരുമ്പോ യഅ്തീനക എന്ന് വേണ്ട, യഅ്തീനക സഅയ്യാ. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അസീസുൻ തൻവീനാണ്. തൻവീന ഹ വെളിവായി. എന്തേ കാരണം? ഹ ആണ്. തൻവീന് വെളിവായി. അസീസുൻ ഹകീം. ഹംസ ഹ ഹ ഖ ഐൻ ഗൈൻ ല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ രൂപത്തിൽ എന്ത് ചെയ്യാ? പിന്നെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തുടക്കം മുതൽ, നമ്മൾ ഇന്ന് ഓതിയത് തുടക്കം മുതൽ ഒന്ന് അവസാനം വരെ ഒന്ന് ഓതി നോക്കാം. സാവകാശം വളരെ മനോഹരമായിട്ട് നമുക്ക് ഓതി പഠിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലതൊക്കെ ഞാൻ പിന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ചില സമയത്ത് അവിടെ നമ്മളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഏതാനുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ കമൻറ്റിലായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലായിട്ടും അതുപോലെ തന്നെ പല നിലക്കും പലരും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഉമ്മയുടെ പേരക്കുട്ടി ഗൾഫിൽ പോവാണ്, ആദ്യമായിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞു. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല യാത്രയിലോ തുടർന്നുള്ള കാര്യങ്ങളിലും ജോലികളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ദുആന്റെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുആ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്താൻ കിടക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സഹോദരൻ, കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ, പിന്നെ ചെറിയ ഒരു സ്റ്റോക്ക് വന്ന് പ്രയാസത്തിലെന്ന് പറഞ്ഞു. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാ നിലക്കും റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് പ്രയാസമാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും ശാരീരികമായ മാനസികമായ എല്ലാവിധ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകി പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല ആ സഹോദരന് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗമുള്ളവരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളും അല്ലാഹു തആല പരിപൂർണ്ണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളെ ഈ പുതിയ ഖിറാഅത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണം റഹ്മാനെ. നീ പരിപൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണം റഹ്മാനെ. നീ പരിപൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് പന്തീരങ്കാവുള്ള ഒരു സഹോദരിയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ ആസിയ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്.
മകൻ്റെ ജോലി ശരിയാവാൻ വേണ്ടി പറഞ്ഞിരുന്നു. 2-3 മാസമായി പിന്നെ ഗൾഫിൽ പോയിട്ട് വിസിറ്റിങ്ങിന് പോയതാണ്. ജോലിയൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ദുആ കൊണ്ട് പറഞ്ഞിരുന്നു, ദുആ ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്ന് വിളിച്ചിരുന്നു. ഒക്കെ റാഹത്തായിട്ടുണ്ട്. ജോലി ഹൈറായ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല നല്ല ഹൈറായ ജോലി തന്നെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി കൊടുക്കട്ടെ. ആ കിട്ടിയ ജോലിയിലൊക്കെ അല്ലാഹു തആല എല്ലാ നിലക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തൊക്കെ പോറ്റാൻ ഉതകുന്ന നല്ല റാഹത്തുള്ള നല്ല വരുമാനമുള്ള ഹലാലായ വരുമാനമുള്ള നല്ലൊരു ജോലിയാക്കി അല്ലാഹു തആല അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാം കൊണ്ടും അതുപോലെ തന്നെ ജോലിയില്ലാതെ പലരും പ്രയാസത്തിലുള്ളവരുണ്ട്. എല്ലാവർക്കും എല്ലാ നിലക്കുള്ള സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഹൈറായ ജോലി അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളതിൽ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, പേരമക്കളിൽ, അതുപോലെ തന്നെ മാതാപിതാക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവരിലും എല്ലാ നിലക്കുമുള്ള ഹൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും അവർക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരാൾ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നല്ല റാഹത്തായിട്ട് സന്തോഷത്തോടുകൂടെ ആ സ്ഥലം വിൽക്കാനും അത് വാങ്ങിയ ആൾക്ക് നല്ല റാഹത്തോടുകൂടെ അത് വാങ്ങാനും അതിൽ താമസിക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം ഉദ്ദേശമാണോ ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അത് നല്ല നിലക്ക് വിറ്റ് കിട്ടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കളുടെ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മകൾക്ക് അനുയോജ്യമായ വരനെ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ സഹോദരൻ പിന്നെ ഒരുപാട് ഉമ്മമാർ മക്കളുടെ വിവാഹപ്രായം പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കും പല ആവശ്യങ്ങളായും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംരംഭവുമായിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നത്. നമ്മളാണെങ്കിലും നിങ്ങളൊക്കെ ദുആന്റെ ഭാഗമാണ്. ആമീൻ പറയുന്ന ഓരോരുത്തരും അതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊക്കെ ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട്. ആഖിബത്ത് നന്നാകാൻ, മക്കൾ നന്നാകാൻ, ഇങ്ങനെ ആഖിബത്ത് നന്നായി അവസാനം സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ള തൗഫീഖ്, അതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ പല നിലക്കും ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും അറിയുന്ന മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബേ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഏതെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പല നിലക്കും പല ദിക്കുകളിൽ നിന്നും പല ആളുകളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കേരളക്കാരായ ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബേ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞാൻ ഈ പെട്ടെന്ന് പോകുന്നത് നമ്മളെ വീഡിയോ നീണ്ടുപോകുന്നുള്ള പ്രയാസം കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. റഹ്മുർ റഹീമായ റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ഈ യോഗ്യതയ്ക്ക് നീ സ്വീകരിക്കണം റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ധാരാളം ഖത്മുകൾ തീർക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ. ഞങ്ങളിൽ വല്ല പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവും, പോരായ്മകളൊക്കെ നീ പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി നാളെ സുഖലോക സ്വർഗീയ ആരാമത്തിൽ വെച്ചുകൊണ്ട് ആ പ്രതിഫലങ്ങളെ കണ്ടുകൊണ്ട് കൺകുളിർമ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ, നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾ നല്ല ഇഖ്ലാസോടുകൂടെ ഒക്കെ ചെയ്യുന്നവരാണ്. നല്ല ഇഖ്ലാസ് നൽകണം റഹ്മാനെ, നല്ല തഖ്വയോടുകൂടെ നൽകണം റഹ്മാനെ. നല്ല നിലക്ക് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ക്ലാസ് എടുക്കാനും അത് കേൾക്കാനും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ധാരാളം ഖത്മുകൾ തീർക്കാനും മക്കളുടെ തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം അല്ലാഹ്, നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. മീസാൻ എന്ന തുലാസ് തൂക്കുന്ന സമയത്ത് ഈ ഒറ്റ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത കാരണം കൊണ്ട് തന്നെ ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്, നീ സ്വർഗത്തിലേക്ക് എത്തിക്കണം റഹ്മാൻ. ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് റഹ്മാനെ റബ്ബേ. ആ പ്രേക്ഷകർ മുഴുവനും വിശുദ്ധ ഖുർആനിനോടുള്ള മഹബത്ത് കാരണമായിട്ടാണ്. ആ മഹബത്ത് എന്നും നീ നിലനിർത്തി തരണം റഹ്മാൻ.
റഹ്മാനെ. ഞങ്ങളെ മരണം വരെ നീ നിലനിർത്തണേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണം അല്ലാഹ് റഹ്മാനെ. റബ്ബ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. ശുക്രലില്ലാഹ് റഹ്മാനായ റഹ്മാനെ റബ്ബേ, ഇന്നെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. കാരണം ഓരോ ഹർഫിനും ആരൊക്കെ ഓതുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ലഭിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഗുണം നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ എത്തിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളാക്കിയ മാതാപിതാക്കളെ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ റഹ്മാനെ റബ്ബേ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഭർത്താവ് ഭാര്യ മരണപ്പെട്ടവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ മക്കൾ മരണപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദയിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ആരൊക്കെയോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബേ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. പല ആളുകളും പല സന്തോഷങ്ങൾ അറിയിച്ചവരുണ്ട് റഹ്മാനെ റബ്ബേ. അതൊക്കെ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാത്തിലും നൽകിയതിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇനിയും വർദ്ധനവ് നൽകണം റഹ്മാനെ. ജോലിയിൽ, അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളെ ഇബാദത്തുകളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ്, ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതിനുള്ള സന്മനസ് നൽകണം റഹ്മാനെ. സാഹചര്യം നൽകണം റഹ്മാനെ. സാഹചര്യം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. നീ അനുകൂലമാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. നീ അനുകൂലമാക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن ماتوا منا ولمن أحبنا ولمن عاننا ولمن أوصانا بالدعاء ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا وانصر إخواننا المسلمين في فلسطين وفي جميع المؤمنين يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ربنا استجب دعوتنا يا مجيب دعوة الداعين. آمين برحمتك يا أرحم الراحمين. إن شاء الله നമുക്ക് ഇതുവരെ ഓതിയ ആ ഒരു ആയത്തുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വളരെ സാവകാശം ഓതിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് 255 ആയത്തുകളാണ്. ആയത്തുൽ കുർസി വരെയാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും കൂടി ആയത്തുൽ കുർസി ഓതിയിട്ട് അതിന്റെ കൂടെ ഒന്ന് ഓതി നോക്കാം. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. الله ولي الذين آمنوا يخرجهم من الظلمات
إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم صدق الله العلي العظيم